ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ടെക്നോ പാർക്കിലേക്ക്. ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഇവിടെ നമ്മുടെ സഹകാരികളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ കേരള പര്യടനം തുടരുകയാണ്. ആഷ്മി വിജയകുമാർ, ഹലോ. വേലൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? നല്ല ചൂട്. എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ മുടിയാണല്ലോ. എല്ലാരും പറയല്ലേ? എല്ലാരും പറയാറുണ്ട്. എന്റെ പേര് രോഹിൽ. ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? HNR ബ്ലോക്ക്. ഞാൻ എൻ്റെ ഒരു ബെൻസൺ യോഹന്നാൻ, HNR ബ്ലോക്ക്. കൃഷ്ണനുണ്ണി, HNR ബ്ലോക്ക്. ജോയൽ ജോബി, HNR ബ്ലോക്ക്. ഓക്കെ, അപ്പോ ഇവരോട് ചോദിക്കാം അല്ലേ? അല്ലേ? ഓക്കെ, ഇവിടെ എന്തോ ഒരു വേല നടക്കുന്നല്ലോ, എന്താ പറ്റി? ഓക്കെ, അപ്പൊ നിങ്ങൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ നമ്മുടെ യാത്രയെ കുറിച്ചൊക്കെ അറിഞ്ഞോ? അറിഞ്ഞില്ല. അറിഞ്ഞവരാരുണ്ട് ഇതിൽ? ആരെങ്കിലും അറിഞ്ഞോ? ഓക്കെ, അപ്പൊ ഇവര് ആരും TV കാണുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതം പോക്കാ അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ എല്ലാവരോടുമായിട്ട് പറയാം, നമ്മൾ ആരോടും നിങ്ങളുടെ വിജ്ഞാനം നമ്മൾ അന്വേഷിക്കുന്നില്ല. ഓക്കെ, അതല്ലേ നല്ലത്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെ നമ്മളൊരു യാത്ര നടത്തുകയാണ്. നിങ്ങൾക്കറിയാം, സമീപകാലത്ത് കേരളത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അതായത് കുട്ടികൾ പോലും മയക്കുമരുന്നിനൊക്കെ വിധേയമാകുന്നു. അവർ വലിയ വലിയ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. ചില കുട്ടികളൊക്കെ കൊലക്കത്തിയും എടുത്തുകൊണ്ട് പാഞ്ഞു നടക്കുന്നു, അമ്മമാരെ കൊലപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ വരുന്നു. അപ്പോൾ കുട്ടികളല്ലേ ഇതിലെ അപരാധികൾ. ഈ കേരളത്തിലേക്കൊക്കെ മയക്കുമരുന്ന് കയറ്റിവിടുന്ന ഒരുപാട് അന്തർദേശീയ മാഫിയ സംഘങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നമ്മൾ സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു യാത്ര നമ്മൾ പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 14 ജില്ലകളിലൂടെ ഇങ്ങനെ പര്യടനം നടത്തും. ഈ പര്യടനത്തിലുള്ള കുറച്ചുകൂടെ ആളുകളിൽ അവബോധം ഉണ്ടാക്കും. അധ്യാപകരെയും അതുപോലെ കുട്ടികളെയും അതുപോലെ മാതാപിതാക്കളെയും ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽസ്, ഹെഡ് മാസ്റ്റേഴ്സ് ഇവരെയൊക്കെ അവബോധം ഉണ്ടാക്കി ഇതൊരു വലിയൊരു അണിചേരലായിട്ട് മാറി. കേരളം മുഴുവൻ ഇളകി മറിഞ്ഞ് കേരളത്തിൽ ഇത്തരം സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ആളുകളെയൊക്കെ നാട് കടത്താനുള്ള നമ്മുടെ നീക്കത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയൊരു പര്യടനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ശേഷം ചിന്തിയും അല്ലേ ആഷ്മി? ഇനിയും ഞാൻ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഷ്മി പറയും. ശക്തമായ പോരാട്ടം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പോരാട്ടത്തിനൊപ്പം ഞങ്ങൾക്കൊപ്പം വേണം, ശക്തമായി വേണം. വാർത്ത കാണണം. പക്ഷേ ഇവർക്ക് എന്നിട്ടും ഇവര് അനങ്ങിയിട്ടില്ല. വാർത്ത കാണണം. അപ്പം നിങ്ങള് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൊബൈലിലായാലും ഈ വാർത്തയൊക്കെ നോക്കിക്കൊണ്ടു കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെ എന്താ പറയാമെന്നല്ലോ. താങ്ക് യു. എന്താ പേര്? ശ്രദ്ധയ്ക്ക് അത്രയെങ്കിലും ഒരു ശ്രദ്ധയുണ്ടായി. കാര്യം ഓൾ ദ ബെസ്റ്റ് എന്തെങ്കിലും പറഞ്ഞല്ലോ അല്ലേ? എന്താ താങ്കളുടെ ഒരു അഭിപ്രായം? അല്ല, ഇപ്പൊ നമ്മുടെ ചെറിയ കുട്ടികൾ 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ടീച്ചേഴ്സിനും അധ്യാപകർക്കും ഒക്കെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു സംശയം. ഇതൊന്നും എല്ലാ കുട്ടികളും അങ്ങനെയല്ല കേട്ടോ, ചെറിയൊരു ശതമാനം. വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. എന്ന് വെച്ചാൽ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു സംഭവം റിയലി വെരി അപ്രീഷിയേറ്റഡ്. എന്താ പേര്? സെൽബ. ടെലിവിഷൻ അവതാരകയാകുന്നു? ഇല്ല. സാധ്യതയുള്ള ആളാണ്. സാധ്യതയുണ്ട്. എല്ലാരും കൂടെ ഇവരെയൊക്കെ കളിയാക്കിയിട്ട് ഇവര് സംസാരിക്കാതായിട്ടുണ്ട്. അവരെ ബൂസ്റ്റ് ചെയ്യാം നമ്മള് മുന്നോട്ട് കയറി വരാൻ വേണ്ടിട്ട്. കോഫി വെച്ചു കൊടുക്കും. പിന്നെ ഉറപ്പായിട്ടും. നിങ്ങളുടെ അഭിപ്രായം? ക്യാമറമാൻ കാണുന്നില്ല. പേര് പറഞ്ഞില്ല. കീർത്തന. എവിടെയാ വീട് കീർത്തനയുടെ? കൊല്ലം, കൊട്ടാരക്കര. അയ്യോ, എന്റെ നാടാ ഇവിടെ. ഞാനും ഒക്കെ ജനിച്ച സ്ഥലമാണ് അത് കേട്ടോ. കൊട്ടാരക്കര എവിടെയാ? പുത്തൂര്. അപ്പൊ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. ഈ മയക്കുമരുന്നിന്റെ പ്രചാരണം ഇപ്പൊ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് എന്തായാലും നിയന്ത്രിക്കണം, കൺട്രോൾ ചെയ്യണം. ഓക്കെ മോളെ, നന്നായിരിക്കട്ടെ. ഒരു പുത്തൂർക്കാരി നല്ല കമ്പനി ഉദ്യോഗസ്ഥയായിട്ട് മാറട്ടെ. ഓക്കെ, താങ്ക് യു. സോഫ്റ്റ്വെയറിലാണോ എവിടെ വർക്ക് ചെയ്യുന്നത്? HNR ബ്ലോക്ക് ടാക്സ് ആൻഡ് ലിസ്റ്റ് ആയിട്ട്. IT തൊഴിലാളികളുടെ ഒരു സംഘടനയുണ്ട്, പ്രതിധ്വനി. അവരുടെ ക്ഷേമ സംഘടന. നല്ല പേരാ പ്രതിധ്വനി കേട്ടോ. പ്രതിധ്വനിയുടെ സംഘടനയൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെയാണ് സഹകാരികള്. നിങ്ങൾ അനിയനും ചേട്ടനാണോ? ഭയങ്കര സാമ്യം നിങ്ങൾക്ക്. അവരോട് ചോദിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മള് ഈ പറയുന്ന ലഹരിക്കെതിരെ ആഞ്ഞടിക്കാൻ തീരുമാനിച്ചിറങ്ങിയതാണ്. നിങ്ങളുടെ ഈ ഫീൽഡിലെ അവസ്ഥ എന്താണ്? നിങ്ങൾ പഠിച്ച ക്യാമ്പസിന്റെ അവസ്ഥകളൊക്കെ എന്താണ്? അല്ലല്ല, ഈ ഉദ്യമം ഭയങ്കര വലിയ കാര്യമാണ്. കാര്യം ഇത്തരത്തിലൊരു യാത്ര നടത്തുന്നത് കേരളത്തിന് അഭിമാനകരമായിട്ട് കാര്യമാണ്. കാര്യം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. എല്ലാ കേസിലും ലഹരി എപ്പോഴും ഒരു ഫാക്ടറായിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ടെക്നോ പാർക്കിൽ തന്നെ നമ്മൾ നടത്തുന്ന എല്ലാ പരിപാടികളിലും, ഇപ്പോൾ സ്പോർട്സ് ഇവന്റ് ആയാലും, ഇപ്പോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നുണ്ട്, ഫുട്ബോൾ ടൂർണമെന്റ്, എല്ലാം ലഹരി വിരുദ്ധ ക്യാമ്പയിനും കൂടി നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രതിനിധി നടത്തുന്ന എല്ലാ പ്രോഗ്രാംസിലും.
കുറച്ചുകൂടി ശക്തമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരുന്നു. യുവജനക്ഷേമ ബോർഡുമായിട്ട് ചേർന്ന ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരുന്നു. അപ്പൊ ഇനിയും കുറച്ചുകൂടി ശക്തമായി മുന്നേറണം. അതിങ്ങനെ 24 ന്യൂസുമായിട്ട് നമുക്ക് സഹകരിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ വളരെ സന്തോഷം. നിങ്ങളെ നമുക്ക് ഒന്നിച്ച് അണിയുക, നമ്മൾ ഒന്നിച്ച് നടത്തുന്ന ഒരു യുദ്ധമായത് മനസ്സിലായി. ഇപ്പൊ നമ്മൾ മാത്രം നടത്തിയ ഈ യുദ്ധം എങ്ങും നിൽക്കത്തില്ല. അപ്പം പക്ഷെ കാരണം ഇപ്പൊ തന്നെ നമ്മൾ തുടങ്ങിയപ്പോ തന്നെ ഈ മാഫിയ സംഘങ്ങൾക്കൊക്കെ ഒരു വെല്ലുവിളിയായി. ഓക്കെ, അപ്പൊ നമ്മള് അവന് വലിയ ശക്തികളാ. അപ്പൊ അവരെ നേരിടണമെങ്കിൽ നമുക്ക് ഈ യാത്ര വന്നപ്പോ തന്നെ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചിരുന്നു, അപ്പൊ ഇവിടെ ടെക്നോ പാർക്കിൽ കൂടി പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. കാര്യം ഒരു നല്ല കാര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞോണ്ട് നമ്മൾ അന്വേഷിച്ചു വന്നല്ലേ നിങ്ങളെ, നമുക്ക് അങ്ങോട്ട് നടന്നാലോ? ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും ഒന്നിച്ചു പോവാം. വരൂ. ശ്രദ്ധ എവിടെ? ശ്രദ്ധ വരൂ. ഓക്കെ, അപ്പൊ വരൂ കുഞ്ഞുങ്ങളെ, വരൂ എല്ലാരും വരൂ. വരൂ എല്ലാരും. നിങ്ങളെന്താ ശങ്കിച്ചിരിക്കുന്നത്? ഒരു കൊട തരുവോ? ഓക്കെ, എന്താ മോളുടെ പേര്? മോളെ ഉള്ളൊരു മനുഷ്യകാരനുള്ള ഒരാള്. എവിടെയാ? തിരുവല്ല. ചോദിക്കുന്നതിന് മുമ്പേ കൊട കൊടുക്കാൻ തീരുമാനിക്കും അല്ലേ? കുഴപ്പമില്ല. വീട്ടിൽ അത്യാവശ്യം തന്നെയൊക്കെ ഉണ്ടോ? എങ്കിൽ പിന്നെ കൊടുക്കരുത്. ഓക്കെ, താങ്ക് യു. എന്താണ് പറയുന്നത് നിങ്ങളെ? ഒരു ചായ വാങ്ങിച്ചോ. അപ്പൊ എസ് കെ ടെക്നോ പാർക്കാണ്. അപ്പൊ ടെക്നോ പാർക്ക് 3 ഘട്ടങ്ങളായി ഇപ്പോ ഫേസ് 3 വരെ എത്തിയിട്ടുണ്ട്. അല്ല, എനിക്കൊന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ടെക്നോ പാർക്കുകളിൽ ഒന്നാണ്. ഇവിടുത്തെ വിജയമൊക്കെ എന്ന് പറഞ്ഞാലേ ആഷ്മി ഞാനും ഒക്കെ പഠിച്ചത് ഈ ടെക്നോ പാർക്ക് ഏറ്റവും അടുത്തുള്ള കാര്യവട്ടം ക്യാമ്പസിന്റെ സ്ഥലം എടുത്തിട്ടാണല്ലോ ടെക്നോ പാർക്ക് ഉണ്ടായത്. നമ്മുടെ വൈദ്യം കുന്ന്, അതായത് കാമുകി കാമുകന്മാര് വൈകുന്നേരങ്ങളിൽ പാട്ടുമൊക്കെ പാടിയിരുന്ന കുന്നാണ് ഇടിച്ചു നിരത്തി ടെക്നോ പാർക്ക് ആക്കിയത്. അറിയാമോ? അറിയാം. നമ്മളൊക്കെ കുന്നിലിരുന്ന് താഴെ വീണ ആളാ. ഞങ്ങൾ കാര്യവട്ടം ക്യാമ്പസിൽ പഠിച്ചാ. അപ്പൊ ഞങ്ങളുടെ സ്ഥലം എടുത്ത പഠിച്ചേക്കുന്നത്. എന്നിട്ട് ഞങ്ങളെ ഇറക്കി വിട്ടിട്ടാണ് ടെക്നോ പാർക്ക് വന്നത്. നമുക്ക് സന്തോഷമായി. കാര്യം ആ കുന്നുകൊണ്ട് ഒരു പ്രയോജനമില്ലായിരുന്നു. അത്രയുള്ള ഓർമ്മ. തമാശ. മാത്രല്ല കുന്നിലിരുന്നവരെല്ലാം ഇപ്പൊ പ്രായമായി. 450 കമ്പനികൾ 75,000 പേരും ജോലി ചെയ്യുന്നുണ്ട്. അയ്യോ, സംഭവം 75,000 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. 450 കമ്പനീസും ഉണ്ട്. ശരി കാര്യമല്ല, വലിയ സംഭവം അത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗിലാണ്. ഈ ഇന്ത്യ തിരുവനന്തപുരത്തെ കുറിച്ചൊക്കെ ഉള്ള ആളുകൾ തെറ്റിദ്ധാരണ എന്തറിയോ? ഇവിടുത്തെ ഏറ്റവും വലിയ വ്യവസായ സെക്രട്ടേറിയറ്റ് ആണ്. ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഇവിടെ ഇത്രയും ആളുകള് ഇപ്പൊ USD ഗ്ലോബല് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് അല്ലേ? ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് ഇന്ത്യയിൽ. അല്ല, കേരളത്തിലെ നദികളുടെ പേരാണല്ലോ ഇവിടെ. അത് ഭവാനി, ഇത് അങ്ങനെയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് നമ്മൾ നിൽക്കുന്നത്. ഇതിന് വേഗം സ്പീഡാക്കിയാലോ? ഈ ടെക്നോ പാർക്കിലുള്ളവരെ വളരെ വേഗത്തിൽ നടക്കുന്നു തോന്നലുണ്ടാക്കാൻ വേണ്ടി നമ്മളിതിൽ സ്പീഡിൽ നടക്കുന്നു. കാര്യം നമ്മള് വളരെ പതുക്കെ നടക്കുമ്പോഴേ ഈ ദൂരെ നിന്ന് കാണുന്ന ഒരു അവശന്മാരായ ആർത്തന്മാരായതിരിക്കും. അപ്പൊ നമ്മള് കുറച്ച് വേഗത്തിൽ നടക്കുന്നു. നമ്മൾ ചടലുമായിട്ട് നടക്കുന്നു. നിങ്ങൾ ഇത്തിരി വേഗം നടന്നു എന്റെ കൂടെ കേട്ടോ. നമ്മളിത്തിരി ചടലുമായിട്ട് നടക്കുന്നു. ഓക്കെ, റെഡി. അപ്പൊ തിരുവനന്തപുരം അപ്പൊ നമുക്ക് ഓടാൻ സ്ഥലമില്ലല്ലോ. നമ്മള് വേറെ സ്ഥലത്തോട്ട് കയറാൻ ശ്രമിക്കുന്നില്ലേ? വിജയകുമാരോടെ പോയി ഇവിടെ ഉണ്ടല്ലോ. വിജയനെ കാണാനേ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാം, കഴക്കൂട്ടത്താണ് ശരിക്കും കാര്യവട്ടം ക്യാമ്പസിന്റെ ഒരു പ്രദേശം എടുത്തിട്ടാണ് ഈ തിരുവനന്തപുരം ടെക്നോ പാർക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ 75,000 ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത് എന്ന് പറയുന്നത് അല്ലേ? ഉണങ്ങി വരണ്ട് കിടന്ന ഒരു ക്യാമ്പസിന്റെ ഇങ്ങേ അറ്റത്ത് അല്ലേ ഇത്രയധികം കമ്പനികൾ, 150 കമ്പനികൾ, 350. ഓക്കെ, എല്ലാ IT കമ്പനികളോട് വന്നു കഴിഞ്ഞോ? നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ? വേറെ രാജ്യമായിട്ട് ഇവിടെ നിൽക്കാണോ? എന്തൊക്കെയാ അറിഞ്ഞത് ഈ അടുത്തിടയ്ക്ക്? ഇനി സുനിത വില്യംസിന്റെ യാത്ര തിരിച്ചിങ്ങോട്ട് വരികയാണ്. അതാ പ്രധാന ന്യൂസ്. അതിനുശേഷം കൊല്ലത്ത് ഒരു കൊലപാതകം നടന്നു ഇന്നലെ. ഇതൊക്കെ വളരെ അപ്ഡേറ്റഡ് ആണ്. ഓ ഗ്രേറ്റ്. എന്താ പേര്? ഷാരു. ശ്രുതി. നമ്മളെ ഒരു പര്യടനമായിട്ട് ഇറങ്ങിയത് സാറിന്റെ നാട്ടുകാരിയാ. പുനലൂരാ വീട്. പുനലൂർ എവിടെ? ഇടമൺ. എനിക്കൊരു വലിയൊരു അനുഭവം ഉണ്ട് കേട്ടോ. പുനലൂരിലെ ജയഭാരതം എന്ന് പറയുന്ന ഒരു മനോരോഗാലയമുണ്ട്. മനോരോഗ ചികിത്സ നടത്തുന്നത്. അപ്പൊ ഈ ജയഭാരതത്തിൽ ഞാനിങ്ങനെ ഒരാളിന്റെ കൂടെ കൂട്ടിരിക്കാൻ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, ഇടമണി എന്ന് വന്നൊരു പേഷ്യന്റ് എവിടെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ഏത് ഇടമൺ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി ചോദിച്ചു എനിക്ക് വട്ടാന്ന്. പുള്ളി ഒരു ഓട്ടോ ഓടി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇടമൺ എന്ന് കേട്ടപ്പോൾ എനിക്ക് ഇടമൺ 34 നല്ല പരിചയമാണ്. അപ്പൊ ഈ ഇടമൺകാരി ടെക്നോ പാർക്ക് വന്നിട്ട് എത്ര കാലമായി? 3 വർഷം.
അപ്പോൾ നമ്മൾ ശരിക്കും കേരളത്തിൽ 14 ജില്ലകളിലൂടെ ആളുകളിൽ അവബോധം ഉണ്ടാക്കാൻ വേണ്ട ഒരു പര്യടനമാണ്. ഈ പര്യടനം അവസാനിക്കുമ്പോൾ നമ്മുടെ കാര്യം കേരള പോലീസ് സേനയ്ക്കും എക്സൈസിനും നമ്മുടെ നാട്ടിലേക്ക് ഈ മാഫിയ സംഘങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഈ MDMA അതുപോലുള്ള സാധനങ്ങളുണ്ട്, രാസലഹരി പദാർത്ഥങ്ങൾ. നിങ്ങളൊക്കെ കേട്ട് കാണും. നിങ്ങളുടെ ഇടയിലേക്കുള്ള ആൾക്കാരിൽ അതിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാൻ എല്ലാ മുൻകരുതൽ നിങ്ങൾ എടുത്തുകൊള്ളുക. കാര്യം ഈ രാസലഹരി പദാർത്ഥങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒന്നേ പിടിച്ചകത്തിടുക, പൂയപ്പുറ സെൻട്രൽ ജയിൽ സ്പേസ് ഉണ്ട്, അതല്ലെന്നുണ്ടെങ്കിൽ അവരെ ഈ സംസ്ഥാനം വിട്ടു പോകാൻ അനുവദിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അമ്മമാർ ചൂലെടുക്കണം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കാര്യം ഈ നാടടിച്ച് വൃത്തിയാക്കാൻ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ എന്താ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇത്തരത്തിലുള്ള അവബോധം വളരെ നല്ലതാണ്. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഒരുപാട് കേസുകൾ നമുക്കത് പിടിക്കപ്പെടാനൊക്കെ സാധിക്കും. അപ്പം നല്ലൊരു ഇതായി പോകട്ടെ. പറയാനുണ്ടോ അതിനെക്കുറിച്ച്? വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ലൊരു ഉപകാരം തന്നെയാണ്. കാരണം നമ്മുടെ യുവതലമുറ ലഹരികളുടെ പിടിയിൽ അമരപ്പെടാതെ നമുക്ക് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആഷ്മി, എനിക്കൊന്ന് നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാൻ സമയമാകും. അതിനിടയിൽ മണാലിയിൽ നിന്നും വിൽപ്പനയ്ക്കായി നിലമ്പൂരിൽ കൊണ്ടുവന്ന കുറച്ച് ഹാഷിഷ് പിടിവിട്ടുണ്ട്. 200 ഗ്രാം. 200 ഗ്രാം കുറച്ചേ ഉള്ളൂ. 20 അല്ലേ? പക്ഷെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും പിടിക്കുന്നുണ്ട്. വീട് എവിടാ? ഏത് കമ്പനിയാ? അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മാളവരിപ്പോ കേൾക്കും. ഇല്ല, 24 എടുക്കുന്ന ഈ ഒരു അവയർനെസ് പ്രോഗ്രാം വളരെ നല്ല തീരുമാനമാണ്. അപ്പൊ നമ്മൾ ഇത്രയും നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല കനത്ത ചൂടിന്റെ ഇടയിലൂടെ നമ്മളൊക്കെ AC മുറിയിൽ ഇരിക്കുന്നു, എന്താ വെളിയിലോട്ട് ഇറങ്ങാത്ത ആൾക്കാർ ചോദിക്കൊണ്ടായിരുന്നു. അപ്പൊ ആഷ്മിക്ക് ഒരു ആഗ്രഹം ഒന്ന് വെളിയിറങ്ങണമെന്ന്. അപ്പൊ വെളിയിലിറങ്ങി എന്റെ വിവരം അറിയുകയും ചെയ്തു. കണ്ടില്ലേ, മുഖമൊക്കെ ഇത്തിരി അത്യാവശ്യം കറപ്പൊക്കെ അടിച്ചു തുടങ്ങി. അപ്പോൾ നമ്മള് ജനുണ്ട്. അപ്പൊ നമ്മൾ ഒന്നിച്ച് ഈ ജില്ലകളും താലൂക്കുകളൊക്കെ ടച്ച് ചെയ്ത് നമ്മളങ്ങ് കാസർഗോഡ് എത്തും. അതോടെ നമ്മള് മിക്കവാറും കുറെ ആൾക്കാരെ കട്ടയം നമ്മൾ മടക്കും. എനിക്ക് തോന്നുന്നു വിദ്യാലയങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. അല്ല, ക്യാമ്പസിലുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ നെയ്യാറ്റിൻകര നിംസിനകത്ത് കോളേജിലൊക്കെ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. സ്കൂൾ കുട്ടികളെയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം ആ കുട്ടികൾക്കാണല്ലോ അറിയാത്തത്. അപ്പോൾ ആ കുട്ടികളെ ചുമ്മാ ഈ ലോകിയൊക്കെ പറഞ്ഞ് ഈ ചോക്ലേറ്റൊക്കെ കൊടുത്ത് അതിനകത്ത് ലഹരി പടർത്തി ആ കുട്ടികളെ അറിയാതെ കഴിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് അവരുടെ മോഡസ് ഓപ്പറാൻഡി. അപ്പോൾ എന്തായാലും അവരുടെ ഓപ്പറാൻഡി തകർക്കുന്നുണ്ട് അല്ലേ? തകർത്ത് മുന്നോട്ട് പോകും. എന്ത് ഓപ്പറാൻഡി ആയാലും അതിന് കേരളത്തിൽ വേര് പിടിക്കത്തില്ല എന്ന് തെളിയിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് വിജയകുമാർ, ഇനി നമുക്ക് എന്ത് വേണം? അല്ല, അവരെന്തോ പറയാനായിട്ട് എന്തെങ്കിലും പറയാനോ? നമ്മളിപ്പോൾ നിരവധി പ്രോഗ്രാമുകൾ ലഹരിക്കെതിരെ ഇവിടെ നടത്തുന്നുണ്ട്. ടെക്നോ പാർക്കിലും മറ്റു പലയിടത്തും നടത്തുന്നു. പക്ഷെ വേണ്ടത്ര മാധ്യമ ശ്രദ്ധ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇനിയുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പം നമ്മളെ 24 അതും കേരളത്തിലെ നമ്പർ 1 ന്യൂസ് ചാനൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഏറ്റെടുത്തതിൽ നമ്മൾ എല്ലാവിധ സപ്പോർട്ടും തരികയാണ്. കാരണം നമ്മൾ നിരവധി പ്രോഗ്രാം ഇവിടെ നടത്തുമ്പോൾ വേണ്ടത്ര മാധ്യമ ശ്രദ്ധ കിട്ടാത്തതുകൊണ്ടാണ് പലപ്പോഴും അത് വേണ്ടത്ര തരത്തിൽ ശ്രദ്ധിക്കപ്പെടാത്തത്. ഷുവർ. ഇനി തൊട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തോളാം. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കാം. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. നമ്മൾ വളരെ സന്തോഷം. താങ്ക് യു. ബോർഡുകൾ പലയിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ്. ഇത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയൊന്നുമില്ല. മാത്രമല്ല എന്തറിയാം, ഇത് താങ്കൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ഒരുപാട് ആൾക്കാരെ പിടിച്ചിരിക്കുന്നില്ല ഇൻഫോമേഴ്സിന്റെ ഒരു വില അല്ലാതെ പോലീസ് അന്വേഷിക്കുന്നത് മാത്രമല്ല. അപ്പോൾ ഈ മട പൊട്ടി വരിക, അതായത് നമ്മളിത് ഒരു സ്വാതന്ത്ര്യ സമരം പോലെ വെള്ളക്കാരെ ആദ്യം പേടിയായിരുന്നു, അവസാനം നമ്മൾ കാലി വഴി തറയിട്ടില്ലേ. അതുപോലെയാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂവ്മെന്റിനെതിരായിട്ട് ഒരു ശക്തിക്കും പിടിച്ചേക്കാൻ പറ്റില്ല. അത്ര കരുത്തോടെ ആഞ്ഞടിക്കുക. കാര്യം ആൾക്കാര് ബുദ്ധിമുട്ടി, അമ്മമാർക്കൊക്കെ വീട്ടിലിരുന്നാൽ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല. സത്യമാണ്. അതുകൊണ്ട് പേടിക്കരുത്. നിങ്ങളെന്താ അറിയാം, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഭീഷണി വന്നാൽ നിങ്ങൾ 24 കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കുള്ള എല്ലാ സംരക്ഷണവും സർക്കാരിനെ കൂടെ തരികയും. ഇപ്പൊ കുറച്ചുകൂടെ സ്ട്രെങ്ത്, കാരണം നിങ്ങൾ 24 പോലെയുള്ള വലിയ ഒരു ഡു ഓയറുടെ ബാറ്റിലാണ്. നമുക്ക് പേടിയുണ്ടല്ലോ. നിങ്ങളെക്കാളും നമ്മൾ ഈ ലൈബ്രറി നിൽക്കുന്നുണ്ട്. നമ്മുടെ കഴിച്ച തല കാണുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ട്. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് സപ്പോർട്ടല്ല. നമ്മളെന്താ പറയാ, നമ്മളെ ആരും ചെറിയ കൊച്ചു വിദ്യാർത്ഥിക്ക് കൂട്ടത്തില്ല, വലിയ വെട്ടുവെട്ടത്തേ ഉള്ളൂ അല്ലേ? അതുകൊണ്ട് നമ്മുടെ തല ഉണ്ടാകുമെന്നുള്ളതല്ല, നാട്ടിൽ നമ്മുടെ തലകൾക്ക് ജീവിക്കണ്ടേ. നമ്മൾ ഓരോരുത്തരും നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും.